ഇപ്പം സൗദി എന്ത് ചെയ്യാണ്? പുതിയ ആലോചനകൾ എന്ത്? ഇനി അതിൻ്റെ മേലൊരു കൂട്ടർ വരരുത്. നമ്മൾ ഒരു കൂട്ടർ കാട്ടിയപ്പോൾ എന്തായി? അതിൻ്റെ മേലെ 1 മീറ്ററാണ്, 1 മീറ്റർ വെച്ച് കൊടുത്തപ്പോൾ നമ്മളെ താത്തിയാലോ. അപ്പം ഞാൻ അടുത്തൊന്നും ഒരാൾക്ക് നമ്മളെ താത്താൻ കയ്യതി നമ്മൾ 2000 മീറ്റർ 2 കിലോമീറ്ററിൻ്റെ പദ്ധതിയിലേക്കാണ് സൗദി വീണ്ടും വരുന്നത്. മനസ്സിലാവുണ്ടോ? ഇതാണ് എന്ത്? യതതാവലൂന ഫിൽ ബുനിയാൻ. അല്ല, മാളിയപ്പുറം ഉണ്ടാക്കലല്ല. ഇതുകൊണ്ട് എന്താ കാര്യം? ഇതിപ്പോ 400-300 മീറ്ററിന്റെ അപ്പുറത്തേക്കൊന്നും മനുഷ്യനായി പാർക്കൂല, പാർക്കേ ഇല്ല. അതിന്റെ പാർക്കൂല. പിന്നെ എന്തിനുണ്ടാക്കണ്? എത്രത്താമലും വെറുതെ ഞങ്ങളുടെ വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി, അല്ലാതെ മനുഷ്യനായി പാർക്കൂല. പാർക്കണോനും വേണ്ട ഒരു പേടി. രാജാവ് അതിന്റെ മേലത്തെ നെലി പോയി പാർക്കും. എന്ത് മനസ്സിലായില്ല? രാജാവ് പോയി പാർക്കൂലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? 2 കിലോമീറ്റർ ദൂരത്ത് പോയി പാർക്കോ? മനുഷ്യ ജീവനെ പേടി ഉണ്ടാവൂലേ? അതേ സൂറത്തിൽ അതേ ഹദീസിൽ അടുത്ത് പറയണെന്താ? ഖിയാമത്തിന്റെ രണ്ടാമത്തെ ആളെയാണ് തന്നെ വിവരണം. മനസ്സിലായില്ല? أن ترى الحفاة العراة رعاء البغم يتطاولون في البنيان. أتوك أن تلد الأمطربة 1 2 وأنت الحفاة العراة. وأنت الحفاة ചെരുപ്പിടാൻ പൈസ ഇല്ലാതെ ചെരുപ്പിടാതെ നടന്നിരുന്ന ആളുകൾ. ചെരുപ്പ് വാങ്ങാൻ പൈസ അല്ലേ? അൽ ഉറാത്ത് പറഞ്ഞാൽ ഉടുത്തുണിക്ക് മറുതുണില്ല. ഈ തുണി പോയാൽ പിന്നെ തുണിയില്ല. വസ്ത്രം വേറല്ല, രണ്ടാമത്തെ വസ്ത്രമല്ല. ഭൂമി ആട്ടുംകൂട്ടത്തെ മേച്ച് നടന്നിരുന്നവര്. എടുപ്പിന്റെ മേൽ എടുപ്പാക്കുക. ഇതിനൊരു കാലുണ്ട്. ഈ കാലത്ത് ഈ ഹദീസിന് എൻ്റെ കുട്ടിക്കാലത്ത് മാളികപ്പുരയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ആസ്ഥാന്മാർക്ക് അത്രയും അറിയുള്ളൂ. തെറ്റല്ലത്. പക്ഷെ മാളികപ്പുര ആരാ കാലത്തുണ്ട്? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. മാളികപ്പുരയിൽ അല്ലേ അബൂ അയ്യൂബുൽ അൻസാരിന്റെ വീട്? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അക്കാലത്ത് നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മാളികപ്പുര ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഹദീസ് ഓതും. എന്ത്? അവർ കുറ്റല്ല, അവർക്ക് കാണുന്ന അതൊക്കെ അതിൻ്റെ വ്യാഖ്യാനം മാത്രം, റിയൽ അല്ല. അതായത് ഒരു കാലത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളം വ്യാഖ്യാനിക്കേണ്ടിയിരുന്നു. ഇപ്പൊ റിയാലിറ്റിയാണ്. അതേ അല്ല ഹദീസ് അതന്നെയല്ല. അവർക്ക് പേച്ചിൽ അന്ന് അത്രയും വ്യാഖ്യാനിക്കാൻ കഴിയൂ. ഇന്നത് റിയൽ കൃത്യം. ഇതാരാ? ഇത് അറബികൾ. ഇവരാരാ? ആട് വെച്ചിരുന്നവര്. ഇവരാരാ? ഉടുതുണിക്ക് മറുതുണില്ലാത്തൊരു നേതാക്കന്മാരാകുക, രാജാക്കന്മാരാകുക. ഇന്ന് അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ മുഴുവനും യാതൊരു തറവാടിത്തരും ഇല്ലാത്തവരാണ്. UAE ഭരണാധികാരി ആരെയാണ്? മുക്കുവന്മാർ. ഒരു ബാപ്പാൻ്റെ ബാപ്പ മുക്കുവെന്നാണ് മനസ്സിലായത്. എന്ത്? കടലിൽ നിന്ന് താറും കെട്ടി കടലിൽ ഇറങ്ങിയിട്ട് അമ്മയും പിടിക്കാം. അതിന്ന് ഉപജീവനം കഴിച്ചവരാണ് ഇന്ന് UAE ഭരിക്കുന്നത്. കടലിൽ ഇറങ്ങാൻ കഴിയാത്തവർ തന്നെയാണ് ഇപ്പൊ ബഹ്റൈൻ ഭരിക്കുന്നത്. ഒരിക്കലും മുത്ത് വരാൻ വേണ്ടി കടലിൽ താറും കെട്ടി ഇറങ്ങുക. ഒരു തറവാടിത്തല്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് തന്തം വിട്ടു. ഇവരുടെ പിതാക്കന്മാർ മുക്കുവന്മാരാണ്. മറ്റേ കടലിൽ നിന്ന് മുത്ത് വരുന്നവരാണ്. ഒരു കടലിൽ മീൻ പിടിക്കുന്നവരാണ്. UAEയുടെ പഴയ കാലത്തെ പണി എന്താ? പാറക്കുട്ടി ഫിഷിംഗ്. അത് തെറ്റായിട്ടല്ല, പക്ഷെ സൊസൈറ്റി കാലത്തും 2ാം നമ്പറായി ഗണിക്കപ്പെടുന്നൊരു പണിയാണ് എന്ത്? കടലിൽ ഇറങ്ങുക. വിഷ്ണുനാരായണ നമ്പൂരിയാണ് എൻ്റെ ഓർമ്മ. കടൽ യാത്ര ചെയ്യുന്നത് പോലും 2ാം നമ്പറാണെന്നാണ് ഹൈന്ദവതയിലെ ആദ്യത്തെ നിയമങ്ങളിലൊന്ന്. വിഷ്ണുനാരായണ നമ്പൂരിയാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ലണ്ടനിലേക്ക് ഒരു ആവശ്യത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗോത്രം അദ്ദേഹത്തിന് പഴയ വില കൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കടൽ യാത്ര ചെയ്തു. അത് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കി. വിഷ്ണുനാരായണ നമ്പൂതിരി എൻ്റെ ഓർമ്മ അതാണ്. പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചിട്ടില്ല, പണ്ട് പഠിച്ചിട്ടുണ്ട് വിഷയം. നമ്പൂതിരി കുടുംബത്തിൽ അവർ അങ്ങനത്തെ നിയമങ്ങളുണ്ടായിരുന്നു.
ഇപ്പം ആഫ്രിക്കയിലേക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ കുടുംബം മുഴുവൻ എതിരായി. എന്തുകൊണ്ട്? അങ്ങനെ കടൽ കടന്ന് പഠിക്കാൻ പോകാൻ പാടില്ല. അപ്പൊ അതൊക്കെ 2ാം നമ്പറായി സൊസൈറ്റികൾ ഗണി. ഇത് 2ാം നമ്പറായിട്ടല്ല കേട്ടോ ഞാൻ പറയാം. പക്ഷെ അവരാരല്ല? ഭരണകർത്താക്കളല്ല. ഭരണകർത്താക്കൾ തന്നെയാണ്. ഭരണകർത്താക്കളാകാൻ നല്ലതുമാണ്. അൽ അഷ്റാഫ് മിൻ ഖുറൈശ്, ഖുറൈശികൾ ഭരണകർത്താക്കളാണ്. 10 ഉറുപ്പില്ലെങ്കിലും അബ്ദുൽ മുത്തലിബ് വാർത്താണ് പറഞ്ഞാൽ ജനങ്ങളെ സ്വീകരിക്കും. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത് വരെ മക്കയുടെ അധികാരി ആരെന്നെയാണ്? മനസ്സിലായില്ല. പൈസയൊന്നുമില്ല, പക്ഷെ തറവാടിയാണ്. അതന്നെ അബൂ സുഫിയാൻ ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്ത് വിശ്വസിക്കുമ്പോൾ റസൂൽ എന്ത് പറയാ? ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മൻ ദഖല ബൈത അബീ സുഫിയാൻ ഫഹുവ അമീൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ വന്നാൽ നിർഭയന. അബൂ സുഫിയാൻ ആരാ? മക്കയിലെ അധികാരി. ആ അധികാരം അങ്ങനെ തന്നെ നബി കൊടുക്കുകയും ചെയ്തു. കാരണം അധികാരമുള്ള കുടുംബങ്ങളിലായിരിക്കേണ്ടത്. അതാണ് എന്റെ ഖൈറും. ലോകാവസാനം വന്നാൽ ഒരു സമൂഹത്തിന്റെ നേതാവ് ആ സമൂഹത്തിന് ഒരു തറവാടിത്തല്ലാത്ത ആളായിരിക്കും. അവരുടെ കുടുംബത്തിന് പൗരാണികമായി ഇങ്ങനെ ഭരിക്കുന്ന ഒരു വിഷയവും ഒരു ഭരണക്രിയയിലെ പങ്കാളിത്തവും ഒരു കാലത്ത് അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ കുടുംബത്തിൽ ഭരണകർത്താക്കൾ വരിക. ഇപ്പൊ ഹിജാസ് ഇന്ന് ഭരിക്കുന്നവർ സത്യത്തിൽ ഹിജാസികളും അല്ല, ഹിജാസിൽ തറവാട്ടേരാണ്. അങ്ങനെ തന്നെയാണ്. ഹിജാസ് ഭരിക്കുന്നവർ ആരാണ്? ദറഇയാക്കൾ, നജ്ദികൾ എന്ന മനുഷ്യനെ കണ്ട പായും. ബദവികൾ, 4 മനുഷ്യനെ കണ്ട പായുന്ന ബദവികളാണ് ആര്? ഈ നജ്ദികൾ സാംസ്കാരിക സമൂഹം തന്നെയല്ല. അവർക്കാണ് ഞാൻ പറഞ്ഞത്, അവർക്കാണ് ഇതിന് വന്നത്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കഴിയാതെ അറിയാതെയായി പണം അധികാരം വന്നപ്പോൾ റോൾസ് റോയ്സ് ബ്രിട്ടനിലേക്ക് ബുക്ക് ചെയ്തു അബ്ദുൽ അസീസ് രാജാവ്. അപ്പോൾ ആകെ 600 കിലോമീറ്റർ മാത്രമാണ് സൗദിയിൽ റോഡ് ടാർ ചെയ്തിട്ടുള്ളത്. ഒറ്റ വണ്ടിക്കോ ആണ് ടാറ്. എന്താ കൊണ്ടുവരുന്നത്? റോൾസ് റോയ്സ്. കാരണം പൈസ പൂച്ച മേലാപ്പൊക്കെ ചാടിയ മാതിരി പൈസക്ക് ചാടിയപ്പോൾ ഞാൻ എന്താ കാട്ടേണ്ടതെന്ന് അറിയാതെയായി. പഠിച്ചു നോക്കി, ഇതൊക്കെ പഠിച്ചു നോക്ക്. 930 അവർക്ക് എണ്ണ കിട്ടുന്നത്. 952 അബ്ദുൽ അസീസ് മരിക്കുന്നത്. പഠിക്കേ. 932 അവർ കിങ്ഡം സെറ്റ് ചെയ്യുന്നത്. 937 എണ്ണ കിട്ടി. 952 മരിച്ചു. അപ്പൊ ഒരു തറവാടിത്തമുള്ള ജനതയുമല്ല ഇവര്. ഇവരെ പണി എന്തായിരുന്നു? ആടുമേക്കുക, ഒട്ടകമേക്കുക, മരുഭൂമിക്ക് നടക്കുക, ഉടുതുണിക്ക് മറുതുണി, വേറൊരു വസ്ത്രം അവർക്ക് ഇല്ല. അതുമില്ല. ഒരു ഭരിച്ച ഒരു ജനതയാണത്. അവർ അതുമല്ല. എന്നിട്ട് അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അവർ യതതാവലൂന ഫിൽ ബുനിയാൻ, എടുപ്പുകളിൽ എന്ത് ചെയ്യുക? യതതാവലൂന, ഒരട്ടിയെടുക്കുക, പിന്നെ അതിനേക്കാൾ വലിയ അട്ടിയെടുക്കുക, പിന്നെ അതിനേക്കാൾ വലിയ അട്ടിയെടുക്കുക, പിന്നെ അതിനേക്കാൾ വലിയ അട്ടിയെടുക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ പറയണം, ഇത് യൂറോപ്യന്മാരെ ആക്ഷേപിക്കുന്ന ഹദീസല്ല. കാരണം യൂറോപ്പിലെ പരിപാടി ഇപ്പല്ല. യൂറോപ്പിലെ പരിപാടിയില്ല. ഈ ഹദീസ് ആരെ പറ്റിയ? ഇത് മാളികപ്പരയെ പറ്റിയല്ല. എന്തുകൊണ്ട്? ഇത് എൻ്റെ പെരയിൽ 2 അട്ടി, അതല്ലേ മാളികപ്പര? ചങ്ങായി, എൻ്റെ പെരയിൽ 2 അട്ടി, ഇതല്ലേ മാളികപ്പര? ഈ മാളികപ്പരക്കെതിരെ ഇത് വയൽ പറയേണ്ടി വന്നു ഉസ്താദ്മാർക്ക് ഒരു കാലത്ത്. എന്തുകൊണ്ട്? അല്ലാതെ ഈ ഹദീസ് എവിടെ കൊണ്ട് വെക്കും? വേറൊരു വകുപ്പില്ല. അതേ സമയത്ത് അള്ളാന്റെ മാളികപ്പര എന്ത് തെറ്റാണ്? അബൂ അയ്യൂബ് അൻസാരിന്റെ വീട്ടിൽ ഒട്ടം കുത്തോ? ആ ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് കയറിട്ടില്ലേ ഹബീബ റസൂലുള്ളാഹ്? അതിന് എവിടെ മുട്ടുത്തണെന്ന് അതിനോട് പടച്ചോൻ കൽപ്പിച്ചിട്ടുണ്ട്, വിട്ടളി. പിന്നെ ഈ മാളികപ്പുരയുടെ മുറ്റത്താണ് മുട്ടുത്തുന്നത് ആര്? ഈ ഒട്ടകം സ്വർഗത്തിൽ പോണ ഒട്ടകം. റസൂലുള്ളാഹിനെ ഹിജ്റ കൊണ്ടുവന്ന ഒട്ടകം സ്വർഗത്തിലുണ്ടെന്ന് മാന്മാർ പറയുന്നത്. ആ ഒട്ടകം എവിടെ മുട്ടുത്തിയ? അബൂ അയ്യൂബ് അൻസാരിയുടെ മാളികപ്പുരയുള്ള വീട്ടില്. മാളികപ്പുര തെറ്റാണെങ്കിൽ അതിന്റെ മുന്നിൽ ഒട്ടകം മുട്ടുത്തുവോ? എന്നല്ല റസൂൽ എന്ത് പറയാ? മുട്ടക്കോടെ കുത്തിക്കോട്ടെ, ഇവിടെ ഞാൻ പറക്കൂല, ഇവിടെ എന്തുണ്ട്? മാളികപ്പുരണ്ട് നബി അറിയില്ലേ? മാളികപ്പുരയിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയെ. മാളികപ്പുരയിൽ പറക്കൽ ഷറഫാണെന്ന്. അപ്പൊ മേലെ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ടപ്പോ റസൂൽ എന്ത് പറഞ്ഞു? ഞാൻ താഴെ പറത്തോളാ. അപ്പൊ അബൂ അയ്യൂബും ഭാര്യ അങ്ങോട്ട് കയറി. പിന്നെ അവര് പറക്കുന്നതൊക്കെ മാളികപ്പുരയിലാണ്, റസൂൽ താഴെയും. ഇത് തെറ്റാണെങ്കിൽ അവിടെ റസൂൽ പറക്കും. അബൂ അയ്യൂബിന് പറക്കാൻ പറ്റും. ആ മാളികപ്പുര അല്ല കുട്ടി പറയണേ.
ഇത് നമ്മളെ നാടുകളിൽ ഇപ്പോൾ ഒരു ചെറിയ ഒറ്റ പെരയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ മകൻ ഗൾഫ് പോയപ്പോൾ കുറച്ച് പൈസ കിട്ടി. ആ പൈസ കിട്ടിയപ്പോൾ ഒന്നുകൂടി മേലേക്ക് എടുത്തു. എന്തുകൊണ്ട് മരുമക്കൾ വരാനായി, അപ്പോൾ അവർക്കൊക്കെ മുറി കൊടുക്കണം. എന്ത് അങ്ങനെ തന്നെയല്ലേ? അത് തെറ്റാണോ? പറയാം, അത് തെറ്റാണ്. ഒരിക്കലും തെറ്റാ. അത് ഹദീസിന്റെ താഴത്തിൽ വരുന്ന വിഷയമല്ല. അത് ഇത് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങൾ പ്രസംഗിക്കുന്ന ഇന്ത്യ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. അത് അവരെ കുറ്റല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രത്യക്ഷം പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം വേറില്ല. അത് തെറ്റല്ല. പക്ഷെ ഇന്നോ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ. അതെവിടെയുള്ളത്? അറബികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ. ചിന്തിക്ക്. ലോകത്ത് 828 മീറ്ററാണ് അതിൻ്റെ ഉയരം. 828 മീറ്റർ, അതായത് 1 കിലോമീറ്ററിനേക്കാൾ കുറച്ച് കുറവ് മീറ്റർ. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ആരുടെ കയ്യിലാണ്? മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഇതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഈ കെട്ടിടം വെച്ചത് എന്തിനാ? ആൾക്ക് പാർക്കാനാണെങ്കിൽ ഇതിൻ്റെ പകുതിയിലും എന്ത് പാർപ്പില്ല. അവിടെ ആൾപ്പാർപ്പല്ല. താഴെ നിലകളിൽ ആൾപ്പാർപ്പുള്ളൂ, മേലെ നിലകളിൽ ഇതിൻ്റെ പകുതി കഴിഞ്ഞാൽ എന്തില്ല, ആൾപ്പാർപ്പില്ല. അപ്പൊ ആൾപ്പാർപ്പിന് സ്ഥലമില്ലാത്തോണ്ടാണോ അത് ചെയ്തത്? അല്ല. അതാണ് കഴിഞ്ഞാൽ പിന്നെ അബുദാബി വരെ എന്ത് കിടക്കുന്നുണ്ട്? മരുഭൂമി, ഇതേപോലത്തെ ഭൂമി. ഓരോരുത്തർക്കും ഒറ്റ നില പുരണ്ടാക്കിയാൽ തന്നെ പിന്നെയും ഭൂമി ബാക്കിയാണ്. അതിനവിടെ ഭൂമി ഇറക്കുന്നുണ്ട്. പിന്നെ ഇത് ഖിയാമത്തിനാളിന് അടയാളാണ്. ഇത് ആര് ചെയ്യണം? ആടുമേക്കാർ ചെയ്യണം. ആടുമേക്കാരാരാണ്? ഈ അറബികള്. വളരെ ഭയങ്കര. യൂറോപ്പിൽ ഇപ്പം പിരാന്തേ ഇല്ല. യൂറോപ്പിൽ ഇപ്പം പിരാന്തില്ല. ഒരു കെട്ടിടത്തിന് മേലക്ക് അട്ടി കയറ്റുന്ന പരിപാടി ഇപ്പം എവിടെ ഇല്ല. യൂറോപ്പിൽ ആ പരിപാടിയില്ല. യൂറോപ്പിൻ്റെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വീടുകളാണ് ഇപ്പോൾ. അതായത് മരവീടുകൾ, അല്ലേ? മരവീടുകളാണ്. അതായത് കൂടുതൽ സേഫായ മരവീടുകൾ. അപ്പോൾ എന്താണ് ചൂടും തണുപ്പൊക്കെ നമ്മളെ ഒറിജിനാലിറ്റി വുഡിലേക്ക് മടങ്ങി യൂറോപ്പ്. മരവീടുകളാണ്. ഏകദേശമൊക്കെ എന്താണ് എക്കോ ഫ്രണ്ട്ലി വീടുകളാണ്. ആവശ്യമില്ലാത്ത സിമൻറ്റ് കൂട്ടാത്ത വീടുകൾ, എക്കോ ഫ്രണ്ട്ലി വീടുകൾ ഒക്കെ പഴയതിലേക്ക് അവർ തിരിച്ചു വന്നു. മനസ്സിലാണോ പറഞ്ഞത്? അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ പ്രശ്നത്തിലാണ്. എന്താ പ്രശ്നം? അതിൻ്റെ മേലെ കയറ്റണം എന്നുള്ളിടത്താണ് സൗദി അറേബ്യ. സൗദി അറേബ്യ എന്താ സംഭവിച്ചെന്നാൽ, സൗദി അറേബ്യ 1 കിലോമീറ്റർ ഉയരത്തിലുള്ള കെട്ടിടമാണ് ജിദ്ദ ടവർ. ഇടക്കാലത്ത് നിർത്തിവെച്ചു. കഴിഞ്ഞ കൊല്ലം പണി വീണ്ടും തുടങ്ങി. 2028 പണി പൂർത്തിയാവും. അപ്പോൾ തോവലൂന അട്ടിമ്മലട്ടി, ഒരു കൂട്ടർ വലിയ അട്ടി ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ വേറെ അട്ടി ഉണ്ടാക്കുക, അതിൻ്റെ മേലെ വേറെ തോവലൂന. അമേരിക്കയിൽ ഇപ്പോൾ പിരാന്തില്ല, എവിടെയില്ല. യൂറോപ്പിൽ എവിടെയില്ല. ആ പിരാന്ത് ഇപ്പോൾ എവിടെ എത്തി? യാവുഷായിൽ വരിക, ആടുമേക്കാരിൽ ഇതുവരെ വരികയാണ്. ഇത് പണ്ട് ഈഫൽ ടവർ, മനസ്സിലായില്ല? ഈഫൽ ടവർ, ഇതൊക്കെ പാരീസിലുണ്ട്. ഈഫൽ ടവർ ഇങ്ങനത്തൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനത്തെ നിർമ്മിതി ആര് ചെയ്തിട്ടുണ്ട്? യൂറോപ്യൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പണി ആര് കണ്ടെടുത്തു? മാപ്പിളാര്. ഖുർആനും ഹദീസും ഓളി ഖുർആൻ മത്സരമൊക്കെ നടത്തണേ നമ്മൾ തന്നെ. പക്ഷെ ഖുർആൻ നമ്മളായിട്ട് ഒരു ബന്ധമില്ല. ഇത് മനുഷ്യന്മാർ ചെയ്യാന്നല്ല നബി പറയണത്. മനുഷ്യന്മാരെ കോലത്തിലുള്ള ഒരു പണ്ടേ ഇത് ചെയ്യും. എന്നിട്ട് ഓലത് വിടും. എന്നിട്ട് അവർ കിടക്കുന്ന മാളത്തിൽ ഇങ്ങളോട് കിടക്കും. അവർ ഉടുമ്പിന്റെ മാളത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കയറും. അതല്ലേ ഈ കയറൽ? ഈ മാളം അടിസ്ഥാനപരമായി ആരുണ്ടാക്കിയതാ? യൂറോപ്പ് പറക്കുട്ടി, ഇത് ആരുണ്ടാക്കിയതാണ്? ഇപ്പൊ ഈഫൽ ടവർ അടക്കമുള്ളത് ആരുടേതാണ്? യൂറോപ്യൻസിൻ്റെതാണ്. ബക്കിംഗ്ഹാം കൊട്ടാരം, ഇങ്ങനെയുള്ളതൊക്കെ അവർ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി. ഇപ്പൊ അവരത് വിട്ടു. ഇനി അത് ആരിലേക്ക് വരിക? റിയാഉൽ ബഹിമിലേക്ക് വരിക, റിയാവുഷായിലേക്ക് വരിക, ആടുമേക്കാരിലേക്ക് വരിക. ആ ജനത ആരാണ്? അറബികൾ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആട് വെച്ചിരുന്നത് ഇവരാണ്. ഇവർക്ക് വരിക. അലക്സാണ്ടർ പോലും ഇവരാക്രമിച്ചില്ല. എന്തുകൊണ്ട്? ഒന്നും കിട്ടാനില്ല. പിന്നെ അതിനെ ആക്രമിക്കണം ബാധ്യത. അലക്സാണ്ടർ അതിലങ്ങനെ കടന്നുപോയി. ഇവരാക്രമിച്ചില്ല. കാരണം വെയിലുള്ള അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അലക്സാണ്ടർക്ക് അക്കം വന്നതാണ്. അലക്സാണ്ടർ ഹിജാസിന്റെ പരിസരത്തൂടെ പലവട്ടം കടന്നുപോയിട്ട് ഹിജാസ് ആക്രമിച്ചില്ല. എന്ത്? അവിടെ മക്കളുടെ ഭൂലോകം മുഴുവൻ നശിപ്പിക്കാൻ നടക്കല്ലേ. പിന്നെന്തേ? അവിടെ പോയാൽ നമ്മൾ കുടുങ്ങും. അവിടെ പല്ലുമല നീര് മുടിച്ചും ഒന്നുമില്ലാതെ കുത്തിരിക്കുന്ന കൗമാണ്.
അപ്പോൾ എൻ്റെ പട്ടാളക്കാർ തിന്നണ ഓല് കൊടുക്കേണ്ടി വരും. അതിനാവൂല, എല്ലാം പോരി അവിടെ വല്ലതും കണ്ടാൽ കക്കാൻ വരുന്ന ഒരു കൂട്ടരാണ് അവിടെ ഉള്ളത്. വരും എന്നാണ് ഓരോ പണി എന്താ? ഇവിടെ പണി എന്തായിരുന്നു? കക്കാൻ പോവുക. ആരെ പണി? അലക്സാണ്ടർ അല്ലട കുട്ടി. അറബികളെ പണി എന്താ? ഞങ്ങൾ പണി ഒരു കുതിര അങ്ങനെ അടിച്ച് മിന്നിച്ചു പോകും. ഒരു ഗോത്രത്തിനെ കണ്ടുവെക്കും നേരം വെക്കുമ്പോഴത്തിന്. ഇതെന്തിനെ? ഈ കുതിരയെ കണ്ട് നീ പഠിച്ചില്ല. കുതിരയുടെ യജമാനനായ നിനക്ക് എന്തും നീ പറഞ്ഞത് കൽപ്പിച്ചിട്ടാണ്, അല്ലാതെ അതിനൊന്നും ഇതിൽ കിട്ടൂല. അതേ സമയത്ത് നീ വന്നത് കിട്ടു. ഈ കക്കം പാടില്ല, നിന്റെ സ്രഷ്ടവായ ഞാൻ പഠിപ്പിച്ചിട്ട് ഈ പറഞ്ഞേച്ച് കേട്ടില്ല. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അതതിൻ്റെ അർത്ഥം ഭയങ്കരാർത്ഥം മനസ്സിലാണ് പറഞ്ഞത്. അപ്പൊ അടിസ്ഥാനപരമായി കൊള്ളക്കാർ ഒന്നുമില്ലാത്തൊരു ജനത, ആ ജനതയാണ് ഇവർ, ഈ അറബികൾ. ആ ജനത പിന്നെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനത. ആ ജനത യതതാവലൂന ഫിൽ ബുനിയാൻ എന്ത് ചെയ്യാ? ഒരിക്കൽ മുക്കോമാരാണ്, അല്ലെങ്കിൽ ബദവികളാണ്. ഒരു മനുഷ്യനെ കണ്ട പേടിച്ച് നടന്നിരുന്ന ആളുകളാണ് ഇപ്പൊ ആ നാട് ഭരിക്കുന്നത്. ഇപ്പൊ ഹിജാസ് പോലും ഭരിക്കുന്നത് ഹിജാസികളല്ല, അറബികൾ തറവാട്ടുകാരായ കൂട്ടരാണ്. ആര്? ഹിജാസികൾ. ഹിജാസ് ഭരിക്കുന്നത് ഇപ്പൊ ആരല്ല? ഹിജാസികളല്ല, നെജദികൾ. നെജദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ടപ്പായും അജാതി ബദവികള്, ബതുക്കള്, ഭൂലോക ബതുക്കള്. എന്നിട്ട് അവര് മത്സരിക്കത്താവലൂന ഫിൽ ബുനിയാൻ. അപ്പൊ 828 മീറ്റർ. എന്തിനാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മറുപടി ഇല്ല. എന്തിന്? നമ്മളെ ഒരു അടയാളം വേണ്ടേ? നമ്മൾ വലിയ കൂട്ടരാന്നുള്ളതിന് അങ്ങനെ അടയാളം വേണം. അപ്പൊ നമ്മൾ വലിയ കൂട്ടരാന്നുള്ളതിന് അടയാളം ഉണ്ടാക്കലാണല്ലോ നമ്മൾ ഓരോരുത്തരെയും പരിപാടി. എന്തോ ആകട്ടെ, നമ്മൾ വലിയ കൂട്ടരാന്ന് നാട്ടുകാർ അറിയലാണല്ലോ ഇപ്പൊ എല്ലാവരും വലിയ പരിപാടി. അതാണ് ഓന് വലിയ ആളുകളാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. ഇതന്നെ തല കൊടുത്ത് ചിന്തിക്ക്. ഇതെന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ പിന്നെ ഈ പദവികൾക്ക് എന്ത് തോന്നി? ഞങ്ങൾ വലിയ കൂട്ടരല്ലേ. അപ്പോൾ അവർ എന്തൊക്കെ കയറി? 1 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇപ്പൊ 828 മീറ്ററാണ് ആരെ കയ്യിലുള്ളത്. അപ്പൊ ആ റെക്കോർഡ് ലോക റെക്കോർഡിലാണ് ഇപ്പൊ ആരുള്ളത്? ദുബായ്. ഇനിയിപ്പോ ആ ലോക റെക്കോർഡിനെ ഭേദിക്കാണ് ആര്? അടുത്ത ആടുമേക്കാര്. മനസ്സിലായില്ല? അവർ 1 കിലോമീറ്റർ. അപ്പോൾ തന്നെ പുതിയ പദ്ധതിന്റെ അവർക്ക് റിയാദിൽ 2 കിലോമീറ്റർ ഉയരത്തിൽ കെട്ടിണ്ടാക്കുന്നത്. അവർ അതിന്റെ എല്ലാ പിന്നെ വർക്കുകളും ഏകദേശം റിയാദിൽ 2 കിലോമീറ്റർ ഉയരത്തിൽ കെട്ടി. ഇപ്പൊ പദ്ധതിന്റെ വർക്ക് എന്താ അതിന്റെ എല്ലാവിധ പദ്ധതിയും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിയാദിൽ. എന്തിനാ അങ്ങനെ ചെയ്യുന്നറിയോ? ഇവർ 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ വേഗം 2 കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഇനി വേറെ ആൾ റെക്കോർഡ് വേണ്ട. ഇപ്പം കുവൈത്ത് ഇപ്പം പുതിയതിലാണ്. കുവൈത്തിൻ്റെ പദ്ധതി 1001 മീറ്ററാണ്. അപ്പം ആരെ മേലെയായി? അതായത് ദുബായിൻ്റെ മേലെ ആരായി? സൗദിയായി. സൗദി 1000 പിന്നെ മീറ്റർ അഥവാ 1 കിലോമീറ്ററിൻ്റെ കെട്ടിടത്തിൻ്റെ പണി തകൃതിയായി നടക്കുമ്പോൾ കുവൈത്ത് എന്ത് ചെയ്തു? 1 മീറ്ററും കൂടെ കൂട്ടി. അപ്പം പിന്നെ എന്ത്? 1001 മീറ്ററാണ് പിന്നെ അവരുടെ ടവറിന്. ആരുടെ? കുവൈത്ത് ടവറിന്. കുവൈത്ത് ടവറിൻ്റെതാണ് സിൽക്ക് സിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായി 1001 മീറ്റർ ഉയരമുള്ള കെട്ടിടം നിർമ്മിക്കണം. 1001 രാവുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ നടത്തുക, പൗരാണികമായ അതെല്ലാം. അപ്പോൾ 1001 മീറ്ററിലാണ്. അപ്പോൾ ആരടിച്ചു? ഇപ്പം സൗദി എന്ത് ചെയ്യാണ്? പുതിയ ആലോചനകൾ എന്ത്? ഇനി അതിൻ്റെ മേലൊരു കൂട്ടർ വരരുത്. നമ്മൾ ഒരു കൂട്ടർ കാട്ടിയപ്പോൾ എന്തായി? അതിൻ്റെ മേലെ 1 മീറ്ററാണ്. 1 മീറ്റർ വെച്ച് കൊടുത്തപ്പോൾ നമ്മളെ താത്തിയല്ലോ. അപ്പം ഞാൻ അടുത്തൊന്നും ഒരാൾക്ക് നമ്മളെ താത്താൻ കഴിയാതെ നമ്മൾ 2000 മീറ്റർ 2 കിലോമീറ്ററിൻ്റെ പദ്ധതിയിലേക്കാണ് സൗദി വീണ്ടും വരുന്നത്. മനസ്സിലാവുണ്ടോ? ഇതാണ് എന്ത്? യതതാവലൂന ഫിൽ ബുനിയാൻ. അല്ല മാളിയപ്പര ഉണ്ടാക്കലല്ല. ഇതുകൊണ്ട് എന്താ കാര്യം? ഇതിപ്പോൾ 400-300 മീറ്ററിൻ്റെ അപ്പുറത്തേക്കൊന്നും മനുഷ്യനായാലും പാർക്കൂല. പാർക്കേ ഇല്ല. അതിൻ്റെ പാർക്കൂല. പിന്നെ എന്തിനുണ്ടാക്കണ്? യതതാവലൂന വെറുതെ ഞങ്ങളുടെ വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി, അല്ലാതെ മനുഷ്യനായാലും പാർക്കൂല. പാർക്കണോലും വേണ്ട ഒരു പേടി. രാജാവ് അതിൻ്റെ മേലത്തെ നേലി പോയി പാർക്കും. എന്ത്? മനസ്സിലായില്ല? രാജാവ് പോയി പാർക്കൂലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? 2 കിലോമീറ്റർ ദൂരത്ത് പോയി പാർക്കോ? മനുഷ്യൻ ജീവനെ പേടി ഉണ്ടാവില്ലേ? കീഴ്പോട്ടൊക്കെ കണ്ണ് വേദനയാവില്ലേ? അന്ന് രാത്രി അവിടെ കടന്നുറങ്ങിയാൽ തന്നെ അന്തള്ളവനെ അല്ലെങ്കിൽ പിന്നെ മോനെ വേറെ വല്ല സാധനം കുടിപ്പിച്ച് കയറ്റേണ്ടി വരും.
മനുഷ്യനെ കിടക്കാൻ കഴിയില്ലല്ലോ. ഒരു കൗങ്ങുമ്മ കയറുമ്പോ തന്നെ പേടിയത്തല്, 4-5 മീറ്ററുള്ള കൗങ്ങുമ്മ വരുമ്പോ പേടിയത്തല്. അത് അങ്ങനെയല്ലേ 2000. പിന്നെന്തിനാ എത്ര തോവലൂന വെറുതെ ഉണ്ടാക്കി ഉയർത്തി ഉണ്ടാക്കുക, കോടാനക്കോടി നഷ്ടപ്പെടുത്തുക, വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി. ഇതാര സ്വഭാവമാണ്? അടിസ്ഥാനമായത് കൊണ്ടുവന്നത് ആരാ? യൂറോപ്യൻസ്. നിങ്ങൾ എന്നിട്ട് തെറ്റാൻ നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പറഞ്ഞാൽ നമുക്ക് അവിടെ പിരിവിനാൻ പറ്റൂല. ഇതേ നാട്ടിൽ പോയി പിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ തന്നെ പോയി പിരിച്ചാണ്ട് പിറ്റേത്തെ ആഴ്ച നമ്മളിവിടെ ദർശത്തും അത് നേരെ ഒരു റെക്കോർഡ് ചെയ്യൂല. ഇന്ന് പറയുന്നില്ല. പറഞ്ഞ കുട്ടികൾ കേൾക്കുമ്പോൾ അപ്പം നിങ്ങൾ അവിടുന്ന് തന്നെ മൂല്യം പൈസ കൊടുന്ന് വെച്ചാൽ കഴിഞ്ഞ്. അല്ല ഇതന്നെ. എന്തുകൊണ്ട് ഇതിനെതിരെ പറഞ്ഞാൽ ഇതൊക്കെ റിയലി എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ലോകാവസാനം. പക്ഷെ അത് നമ്മൾ പറയില്ല, നമ്മുടെ സുഖം നഷ്ടപ്പെടും. ഇത് മൂല്യന്മാരും അറിയില്ല. ഇതല്ല ഇതിൻ്റെ അർത്ഥം. തന്തിയും തറവാടുള്ളവർ പറയും. ഒരുത്തം പറയും ഇതല്ല പറഞ്ഞർത്ഥം. മാളെപ്പുറം എന്തെങ്ങായി പറയുന്നത്? മാളെപ്പുറം ഏത് കാലത്തല്ലാത്ത സാധുക്കളായ മനുഷ്യന്മാരെ പേര് കയറ്റിയപ്പോഴത്തേന് നമ്മൾ ഭയം പറയും വലിയ പേര് വരാൻ തുടങ്ങി, ലോകാവസാനമായി. അത് ലോകാവസാനം അല്ലെങ്കായി അതേത് കാലത്തുണ്ട്. ഇതാണ് ലോകാവസാനം. എന്തിനത് ഉണ്ടാക്കിയത്? അതിൻ്റെ അപ്പുറത്ത് മരുഭൂമി വെറുതെ കിടക്കാണ്. ഇഷ്ടംപോലെ മരുഭൂമി. അവിടെ മനുഷ്യനോട് പാർക്കണമില്ല. പിന്നെന്തിനുണ്ടാക്കിയത്? എടുപ്പുകളിൽ മത്സരിക്ക, മേലക്ക് അവിടെ പോവാ. അതിന് ഇപ്പൊ ബുർജ് ഖലീഫയേക്കാൾ ഉയരമുള്ള ബുർജുൽ അസ്ഹർ എന്ന പുതിയ ബുർജ് ഖലീഫയേക്കാൾ ഉയരമുള്ള കെട്ടിടം ഉണ്ടാക്കുന്ന കാര്യം ദുബായ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കറങ്ങാണ് എന്ത് ഈ തതാവലും ഫിൽ ബുനിയാൻ. അപ്പൊ കൃത്യമായി പഴയ കാലത്ത് ഉസ്താദ്മാർക്ക് ഇവിടെ എന്ത് വ്യാഖ്യാനിക്കണം? മാളിയപ്പുറയാണ്. കാരണം അങ്ങനത്തെ ഒന്നും നമ്മളെ നാട്ടിൽ ഇല്ല. ഇപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് 20-20-20-20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 21-ാം നൂറ്റാണ്ട് ഇതിലാണ് ഇപ്പോൾ സോക്കട് വന്നത്. അപ്പൊ ഒരു കാലത്ത് ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ടി. എന്നാൽ ഇപ്പൊ ഇത് വ്യാഖ്യാനിക്കണ്ട. എന്ത് ആട് മേച്ച് നടന്നിരുന്നവർ വലിയ എടുപ്പുകൾ ഉയർത്തി ഉണ്ടാക്കി മത്സരിക്കുന്നു എന്ന് നമ്മളെ യൂത്തിനോടാണ് പറഞ്ഞാൽ അവർ നെറ്റിൽ അടിച്ചിട്ട് കിട്ടാന്നാണ് പറഞ്ഞു തരും. ഒരു കാലത്ത് അത് വ്യാഖ്യാനിക്കണം. ഇന്നത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കൂല. എന്തുകൊണ്ട്? ഇന്ന് വ്യാഖ്യാനിച്ചാൽ ആർക്കെതിരായി? നമ്മളെ അന്നം തരണം. അങ്ങനെയാണപ്പോൾ പറയണം പോലെ ബഹുമാനിക്കണം. കാരണം ഒരു എവിടുന്ന് എന്താ തരുന്നത്? പണ്ടൊക്കെ അന്നം തന്നിരുന്നത് പഠിച്ചവനാണ്. ഇപ്പം അന്നം തരുന്നത് ദുബായിയാണ്. അന്നം തരുന്ന സൗദിയാണെന്നപ്പോൾ നമ്മളെ മൂല്യന്മാരെ പേർ തന്നെ അന്നം തരുന്ന നാടിനെ ബഹുമാനിക്കണം. പണ്ട് കാലത്ത് അന്നം തന്നിരുന്നത് ഇപ്പോഴത്തെ മൂല്യന്മാരെ അന്നവും രണ്ടും വ്യത്യാസമുണ്ട്. പണ്ടത്തെ മൂല്യന്മാരെ അന്നം കൊടുത്തിരുന്നത് പഠിച്ചവനായിരുന്നു. ഇപ്പോഴത്തെ മൂല്യന്മാർക്ക് അന്നം കൊടുക്കുന്നത് ദുബായും സൗദിയൊക്കെയാണ്. എന്നിട്ട് ഓലൊക്കെ പപ്പ പോയാൽ സ്വർഗത്തിലെത്തും പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുത്തുന്ന എൻ്റെ ചെങ്ങായി. എൻ്റെ ബാപ്പ പറയും ചില നേരത്തെ എടാ ഓൻ്റെ ഒക്കെ ഒപ്പം നടന്നാൽ നമ്മൾ സ്വർഗത്ത് പറഞ്ഞാൽ എന്താ പിന്നെ മണ്ണാർക്കാട് ഒരു മുതലാളി ഒരു തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ട് തോട്ടത്തിന് ജന്നത്തിന് പേരിട്ടത് എൻ്റെ ബാപ്പനോട് പലവട്ടം പറഞ്ഞു. അവിടേക്ക് പോണ്ടി വരും. അള്ളാൻ്റെ ജന്നത്തിലെത്തൂല. അതാ മണ്ണാർക്കാട്ടെ ജന്നത്ത് പോണ്ടി വരും. ഇതൊക്കെ തമാശ. ഇതൊക്കെ ഭയങ്കര. ഇതൊക്കെ ഇവരിപ്പോൾ എവിടെയുള്ളത്? ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആവശ്യമൊക്കെ ഒരാവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇത് ആവശ്യമില്ല. അഹങ്കാരം. ഇപ്പൊ ഒരു മോശപ്പെട്ട കാര്യം ചെയ്തു. എന്ത് മോശപ്പെട്ട ഒരു കാര്യം ചെയ്തു? എന്ത്? ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഹറം ഷരീഫിന്റെ പരിസരത്ത്, കഅബാലയത്തിന്റെ തൊട്ട് പരിസരത്ത് എന്തുണ്ടാക്കി? ക്ലോക്ക് ടവർ ഉണ്ടാക്കി. അത് മോശപ്പെട്ട കാര്യം. അതും എന്തിൽപ്പെട്ടതാണ്? തതാവലും ഫിൽ ബുനിയാൻ. എന്നാൽ പുതിയ സൽമാൻ ഗേറ്റ് വരാൻ പോകുന്നുണ്ട്. പുതിയ പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് വരാൻ പോകുന്നത് ഒരു ശിശു മാത്രമായിരിക്കും. എന്ത്? ക്ലോക്ക് ടവർ അടുത്ത് പൊളിക്കും. ക്ലോക്ക് ടവർ വളരെ അടുത്ത് പൊളിക്കും. അത് പൊളിക്കും. എന്തുകൊണ്ട്? പുതിയ പദ്ധതി വന്നു കഴിഞ്ഞു. സൽമാൻ ഗേറ്റ്. എന്താ സൽമാൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ സൽമാൻ ഗേറ്റിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പദ്ധതിയാണ്. അതായത് അതിന് 1000കണക്കിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ടാവും. 1000കണക്കാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പുതിയ ഹറമിന്റെ പരിസരത്ത് 1000കണക്കായ പഞ്ചനക്ഷത്ര ഹോട്ടൽ അവരെ പോകണം. അത് വളരെ വികസിപ്പിച്ചാണ് എടുക്കണം. ചെറുതായിട്ടൊന്നുമല്ല എടുക്കുന്നത്, വളരെ വിശാലമായി. കിങ് സൽമാൻ ഗേറ്റ്
മക്കയിലെ ഗ്രാൻഡ് ഹറമിന് സമീപം ഏകദേശം 1.2 കോടി ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ. അവ ലക്ഷം എന്നല്ല, എത്ര? 1.2 കോടി ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് ഈ പദ്ധതി എന്ന് റുവ അൽ ഹറം അൽ മക്കി ഡെവലപ്മെന്റ് പ്ലാന്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇത് മക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മിശ്ര വികസന പദ്ധതികൾ ഒന്നാണ് എന്ന്. ആഡംബര താമസം, അതായത് ഹറമിന്റെ തൊട്ട് ക്ലോക്ക് ടവർ പൊളിച്ചിട്ട് കിങ് സൽമാൻ ഗേറ്റ് എന്ന പുതിയ പദ്ധതിയാണ് വരാൻ പോകുന്നത്. 1600 ആഡംബര ഹോട്ടൽ മുറികൾ ഇതിലുണ്ടാവും. എന്ത് സൗദി റിപ്പോർട്ടാണ്? എന്ത് എത്ര മുറി? 16,000 ആഡംബര ഹോട്ടൽ മുറികൾ ഇതിലുണ്ടാവും. ആ മുറികളെല്ലാം ആ മുറികൾക്ക് 4 സ്റ്റാർ 5 സ്റ്റാർ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും. 4 സ്റ്റാർ 5 സ്റ്റാർ സൗകര്യങ്ങളുണ്ടാവും എന്ന് മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടെയുള്ള 50,000 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ഇതിലുണ്ടാവും. അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. 50,000 അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും എന്ന്. ഇതൊക്കെയാണ് പുതിയ അവിടുന്ന് അതിന്റെ മുകളിൽ നിന്ന് ഹറം മുറ്റത്തേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന പാത സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തും. അതായത് മേലെന്ന് എന്ത് ചെയ്യാം, മേലെന്ന് ബ്രിഡ്ജ് വെക്കും. അപ്പൊ ഈ ഇവിടെ താമസിക്കുന്ന കിങ് സൽമാൻ ഗേറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരിട്ട് അവർക്ക് ഒരു പാത്വേ ഉണ്ടാവും. നേരിട്ട് തന്നെ ഇവിടേക്ക് ഇറങ്ങാം, ഹറമക്ക് ഇറങ്ങാം, ഹറമെന്ന് നേരെ ആ താമസ സൗകര്യത്തിലേക്ക് കയറി പോകാം. അത്രയും വലിയ സൗകര്യം. 16,000 ഹോട്ടൽ മുറിയല്ലേ, കുറച്ചൊന്നും അല്ലല്ലോ. ആഡംബര ഹോട്ടൽ മുറി, അതായത് താമസിക്കണല്ലോ, ലോഡ്ജ് മുറികളാണ്, മനസ്സിലായില്ലേ? ഹോട്ടൽ മുറികൾ എന്ത് സൗകര്യം? 4 സ്റ്റാർ 5 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടൽ മുറികൾ എന്ന് വിപുലമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. മക്ക ക്ലോക്ക് ടവറിനോട് മത്സരിക്കത്തക്ക ഉയരമുള്ള ഭീമാകാരമായ ഗോപുരങ്ങൾ, ഇങ്ങനെ പല സൗകര്യങ്ങൾ. ലോകോത്തര ബ്രാൻഡുകളുടെ സാന്നിധ്യമുള്ള 2 ലക്ഷം ചതുരശ്ര റീറ്റെയിൽ സ്പേസ് ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാവും. 2 ലക്ഷം മീറ്ററിൽ 2 ലക്ഷം മീറ്റർ ഷോപ്പിംഗ് മാളുകൾ അതിലുണ്ടാവും എന്ന്. ഈ പദ്ധതിയുടെ ഭാഗമായി പല നിർമ്മിതികളും പലതും പൊളിച്ചു നീക്കും. അതിൻ്റെ ഭാഗമായി പലതും പൊളിച്ചു നീക്കും. അതിന് ആർക്കും പ്രശ്നമില്ല. പലതും പൊളിച്ചു നീക്കും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഖദീജ നിലവിലുള്ള വിപുലീകരണത്തിൽ തന്നെ ഖദീജാവിൻ്റെ വീട് വിട്ടുപോയി. അതിപ്പോൾ എവിടെയുള്ളത്? കക്കൂസ്. ഒരു മനുഷ്യൻ വേദന നിങ്ങൾ കേട്ടോ, എന്നാൽ ഒരു മനുഷ്യൻ നിഷേധിക്കണം കേട്ടോ, അങ്ങനെ പറയാലോ. അല്ല, അങ്ങനെ പറയണ്ടേ? എന്ത് ഇത് രണ്ടാൾ തീരുമാനം എടുക്കേണ്ടതിൽ? അള്ളാഹുവിൻ്റെ റസൂലിന് 82 സൂറത്തിറങ്ങിയ ആ ഒരു ഖദീജ ബിവി നബിയും താമസിച്ചിരുന്ന വീട് ഇന്ന് കക്കൂസാണ് എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുക തെറ്റാണ്, കളവാണ് എന്ന് പറയണ്ടേ? അതുവരെ പറഞ്ഞില്ലല്ലോ. അതേ സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്ന അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, യൂറോപ്യൻസ് ചെയ്യുന്നത് പൗരാണിക നിർമ്മിതി നിലനിർത്തുക. ഇപ്പോൾ ഉദാഹരണം പറയാം, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയാണ് റോമിലെ ഏറ്റവും വലിയ നിർമ്മിതി. ഏകദേശം 500 കൊല്ലം മുമ്പ് ഒരു കല്ലൊരു മാറ്റിയിട്ടില്ല. എന്ത് റോമിലെ ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ കാത്തലിക് ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും, അതാണ് യൂറോപ്യൻ ക്രിസ്ത്യൻസ്, ആ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് എന്ത്? സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. എവിടെയുള്ള? റോമിലെ. അതിന് 500 വർഷത്തിനിടയിൽ ഒരു മാറ്റം വരുത്തില്ല. അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും ഒരു കല്ല് പൊട്ടിയാൽ അതേ ആകൃതിയിലും രൂപത്തിലും പൗരാണിക ചുവയിലുമുള്ള ഒരു കല്ലിനെ ഉണ്ടാക്കിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്യും. എന്തില്ല? പുതിയ നിർമ്മിതി ഇല്ല. സെന്റ് പീറ്റേഴ്സ് ബസ എന്തുകൊണ്ട്? അത് ഞങ്ങളുടെ പൗരാണികമായ 100 കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ആ പഴയ പ്രതാപാണ്. നമ്മളൊന്നുമില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ 1500കളിലാണ് അത് വരുന്നത്. അതായത് നമ്മുടെ ഏകദേശം എത്ര വർഷം മുമ്പ്? ബിഫോർ ഒരു 500 years ഒക്കെ മുമ്പ്. അതിനു മുമ്പ് വന്ന സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഒരു കല്ല് മാറ്റിയിട്ടില്ല. അതായത് 500 കൊല്ലം മുമ്പുള്ള 500 കൊല്ലം മുമ്പുള്ള പോപ്പിന്റെ പ്രാർത്ഥനാ ഹാളാണ് പറ ഇന്നത്തെ പോപ്പിന്റെ പ്രാർത്ഥനാ ഹാള്. അന്നത്തന്നെയാണ് ഇന്നും. അന്ന് കരണ്ടില്ല, കരണ്ട് വന്നപ്പോൾ വൈദ്യുതീകരിച്ചു. പിന്നീട് AC വന്നപ്പോൾ AC വെച്ചു. എന്ത് ചെയ്തിട്ടില്ല? പൊളിച്ചിട്ടില്ല.
സെന്റിമീറ്റേഴ്സ് മസലക്കയിൽ ഒരു കല്ല് മാറ്റിയില്ല. എന്തുകൊണ്ടത്? ഞങ്ങളെ എത്രയോ വലിയ ആളുകൾ കഴിഞ്ഞു പോയതാണ്. എത്ര വലിയ വലിയ പോപ്പുമാർ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ നിലനിർത്തുക. എങ്ങനെയുണ്ട്? അപ്പൊ ഈ അട്ടിമറിഞ്ഞു സ്വബോധം അട്ടിമറിയ. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീട്, കുമാരനാശൻ ജനിച്ച വീട് ഒക്കെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ പോർബന്തറിലെ വീട് നിലനിർത്തിയിട്ടുണ്ട്. ഗാന്ധിയുടെ ആശ്രമം നിലനിർത്തിയിട്ടുണ്ട്. കുഞ്ഞാലിമരക്കാരെ വീട് നിലനിർത്തിയിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വീട് നിലനിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പാരമ്പര്യത്തിന് സർഗസിദ്ധമായ പാരമ്പര്യം കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ മഹത്വപ്പെടുത്തിയ ആളുകളാണ്. അവരങ്ങനെ തന്നെ അടയാളമായി നിലനിൽക്കണം. അങ്ങനത്തെ ഒരു സാധനം ഇപ്പം നമ്മളെ കയ്യിൽ ഇല്ല. നമ്മളൊക്കെ പൊളിച്ചിട്ട് യൂറോപ്യന്മാരൊക്കെ ഒന്നുമല്ല. ഇപ്പം അതാണ് അന്തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത ബഹ്മി ഔ അശ്ശാഇ യതതാവലൂന ഫിൽ ദുനിയ. വളരെ 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 ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകും. എന്തായി കാണുന്നത്? നിങ്ങൾ കേട്ടോളൂ. ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ട്. ഗൾഫ് സ്റ്റേറ്റ്സ് ഇൻ റേസ് ടു ബിൽഡ് ദി വേൾഡ്സ് ടോളസ്റ്റ് ടവർ. ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ടാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇൻ റേസ് മത്സരത്തിലാണ് ടു ബിൽഡ് വേൾഡ്സ് ടോളസ്റ്റ് ടവർ. ലോകത്തെ ഏറ്റവും വലിയ ടവറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മത്സരത്തിലാണ് ഇപ്പോൾ ആര്? ഗൾഫ് രാജ്യങ്ങൾ. ഞങ്ങൾ. അപ്പൊ അത് റിയൽ വ്യാഖ്യാനം വന്നാൽ നമ്മൾ വിചാരിക്കുക അതിന്റെ ഒറിജിനൽ വരാൻ പോകുന്നുണ്ട്. ഒറിജിനൽ വന്നാൽ ഉറപ്പിക്കുക എന്തായി ഖിയാമത്ത് നാളായി. ഒരു കാലത്ത് നമ്മൾ റബ്ബത്ത മക്കൾ അനുസരണക്കേട് കാണിക്കാന്ന് വ്യാഖ്യാനിക്കല്ല, നിർവാഹമല്ല. ഇപ്പൊ അത് സർഗസീൻ വന്നതോടുകൂടെ ഇനി നമുക്ക് ഖിയാമത്ത് നാൾ വന്നാൽ മതി. ഇനി അതിൽ എന്തില്ല? പുതിയ വ്യാഖ്യാനം ഇല്ല. ഈ ആട് മേച്ച് നടന്നിരുന്ന ഈ അറബ് സമൂഹം, ഇവര് ഒന്നുമില്ലാത്ത, ഉടുതുണിക്ക് മറുകൊണ്ടില്ലാത്ത ഇവര് എന്താവുക? മത്സരിക്കുക. പ്രധാനം പറഞ്ഞ ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത്. ഗൾഫ് സ്റ്റേറ്റസ് റേസ് ടു ബിൽഡ് വേൾഡ്സ് ടോളസ്റ്റ് ടവർ. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളെ ഉണ്ടാക്കുന്ന മത്സരത്തിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. ഇത് ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ടാണ്. ഇങ്ങനെ തന്നെ ഈ നിർമ്മിതികളെല്ലാം ക്രെംലിൻ പാലസാണ് കാണുന്നത്. 1400-കളിൽ ക്രെംലിൻ പാലസ്. അതായത് എവിടെയുള്ള ഇതിലാണ് സർ ചക്രവർത്തിമാർ ഭരണം നടത്തിയത്. ഇതിൽ തന്നെയാണ് ആരും ഭരണം നടത്തിയത്. പിന്നീടും ഇപ്പൊ പുട്ടിൻ നടത്തുന്ന ഇവിടെ തന്നെ. അവിടെ ഒരു മാറ്റമല്ല. പൗരാണിക നിർമ്മിതികൾ അങ്ങനെ തന്നെ നിലനിർത്തി. അങ്ങനെ പലതും പൗരാണിക നശിക്കുമ്പോൾ ആ സ്ഥാനത്ത് പൗരാണികമായി തന്നെ ഉണ്ടാക്കും. എന്തിനെന്നറിയോ? ഞങ്ങളുടെ പൗരാണിക പാരമ്പര്യത്തെ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പം ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യങ്ങൾക്ക് ഞങ്ങളാണ് വലിയൊരു എന്നുള്ളതിന് അടയാളം കാട്ടിക്കൊടുക്കേണ്ടതില്ലല്ലോ. കെട്ടിട്ടുണ്ടാക്കണോ? ഞങ്ങളുടെ നാട്ടിലാണ് ഖുർആൻ ഉണ്ടായത്. പുറത്ത് പറയണ്ട. ഈ ഭരണാധികാരികൾ ഈ പെട്ടിയും കൈവച്ചു. അതേ സമയത്ത് ഹിറാ ഗുഹയിലും സൗർ ഗുഹയിലും കൈവച്ചില്ല. എന്തുകൊണ്ട്? അതിൽ ബർക്കത്തിൽ അവർക്ക് വിശ്വാസമല്ല. ഒരു വഹാബിയായത് നന്നായി. അവരെങ്ങാനും സുന്നിയാണെങ്കിൽ അതിലിപ്പോൾ ആകെ പോയിട്ട് മൗലൂദ് ഓതലാരാ? ആ സുന്നിയാള്. മറ്റവർക്ക് എന്ത്? അത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ആ ഭാഗത്തൊക്കെ തിരിയാതിരിക്കാനുള്ള കാരണം എന്താ? അവർക്കതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ 5 നക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടാക്കും. അതിൻ്റെ കോലം തന്നെയാണ് മാറ്റും. അപ്പോൾ ഒരു ബാബയായത് ഒരു നിലക്ക് എന്തായി? അപ്പോൾ ഒരു പൗരാണികമായ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ആകെ ഇപ്പം എന്തേ ഉള്ളൂ? ഒരു ഇറാവുകയുണ്ട്, ഒരു സൗറുകയും. അത് പണ്ടത്തെ നബിൻ്റെ അടുത്ത് പോയെന്നെ. എന്തില്ല പറയട്ടെ, എന്തില്ല. അതിന് എന്തുകൊണ്ട്? കാരണം അവിടെ പോണവരാരാണ്? ഈ സാധുക്കളായ മൗല്യന്മാരും മൊല്ലാന്മാരും അതിൻ്റെ കുറച്ച് സുന്നികളും അതിൻ്റെ കുറച്ച് പാകിസ്ഥാനികൾ, കുറച്ച് ബംഗ്ലാദേശികൾ, കുറച്ച് അല്ലേ? സത്യമല്ലേ? അതെ 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 അതെ. കുറച്ച് മലയാളികൾ ഇവരൊക്കെ തന്നെയുള്ളൂ. അവിടെ പോയി മൗലൂദ് തുറന്ന് പോരും. അത്രയേ ഉള്ളൂ. അതാണ് അൽഹംദുലില്ലാ. നിങ്ങൾ കണ്ടോളി. വളരെ താമസിയാതെ ബഹുമാനപ്പെട്ട ജന്നത്തുൽ മുഅല്ല പൊളിക്കും. കാരണം വിപുലീകരണത്തിന് ഇപ്പം പൂതി കഴിയുന്നില്ല. വിപുലീകരണത്തിന് പൂതിയാൻ കഴിയുന്നില്ല. അങ്ങനെ പോകും. ഇന്ന് ഫറോ ഭരണകൂടത്തെ മൂസാ നബി തകർത്തിട്ടില്ലെങ്കിൽ ഈ ഖൂഫുവിൻ്റെ പിരമിഡൊക്കെ കുട്ടിയിരിക്കും.
പിരമിഡിന്റെ കാര്യം രാജാക്കന്മാരുടെ അഹങ്കാരം. അങ്ങനെ പിരമിഡ് ഉണ്ടായത്. അതായത് പിരമിഡ് ഉണ്ടാക്കിയ എന്താ, ഒരു രാജാവ് മരിച്ചപ്പോൾ മണ്ണിൽ മറവീതപ്പോൾ രാജാവിനൊരു കൂന കൂട്ടി കുറച്ച്. അപ്പൊ അടുത്ത രാജാവായപ്പോൾ കൂന ഒന്നുകൂടി കൂട്ടി. പിന്നത്തെ രാജാവ് മരിച്ചപ്പോൾ കൂന വലുതാക്കി. അപ്പൊ പിന്നെ ഒരു രാജാവ് മരിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, അവർ ഖബറിന് 2 അറ ഉണ്ടാക്കി. രാജാവിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജിന് അങ്ങോട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഒന്നുകൂടി വലുതാക്കി, പിന്നെ വലുതാക്കി, പിന്നെ ഭൂമിയിൽ നിന്ന് പൊന്തിച്ചു. അപ്പോൾ ഓരോ രാജാവും അധികാരമേറ്റ കരാർ കൊടുക്കും അയാളെ കുഴിച്ചിടാനുള്ള പിന്നെ പിരമിഡിന്. അവസാനം മനസ്സിലായോ, ഖൂഫുവിന്റെ പിരമിഡ് വരുമ്പോൾ 30 ലക്ഷം കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് എവിടുന്ന് തുടങ്ങിയതാ? ചെറിയൊരു മണ്ണിന് ഇങ്ങനെ ഒരു കൂന കൂട്ടി. അവരെ അധികാരം പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഫറോവമാരെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവരെ പിരമിഡ് പറഞ്ഞാൽ ആകാശത്തേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആകാശം അത്രയേ ഉള്ളൂ. ഗോപുരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ കയറിയിട്ട് മൂസാന്റെ പഠിച്ചാൻ അവിടെ ഉണ്ടെങ്കിലും ഗോപുരത്തിന് മുകളിൽ കയറി പാളി നോക്കട്ടെ എന്നാണല്ലോ ആര് പറഞ്ഞ്? ഫിറഔൻ പറഞ്ഞത്. പാളി നോക്കിയാൽ എത്ര ദൂരാണ് ആകാശം എന്നാ ഒരു വിചാരിച്ച്. അപ്പൊ ആ ഫിറഔന്റെ സമൂഹം അപ്പൊ ഇതിങ്ങനെ വളരും, ഇതിങ്ങനെ വളരും. ഇതിലേക്ക് പോയി നമ്മൾ. അപ്പൊ ഈ സത്യത്തിൽ ഇതെന്താ? ഞാൻ അതും പറയട്ടെ, ഇതെന്താ? ഫറാഹിനത്ത് കെട്ടിടത്തിൽ അനാവശ്യമായി തത്താവുൽ ചെയ്തതാരാ? ആദ്യം ഫിറഔന്മാര്, പിന്നെ യൂറോപ്യൻസ്. എവിടുന്നാണത് ഫറാഹിനത്തിന് കിട്ടിയത്? ഗ്രീക്കിൽ നിന്ന്. ഗ്രീക്ക് ഐഡിയോളജിയാണ് അതൊക്കെ. ഗ്രീക്ക് ഐഡിയോളജിയാണ് ഒക്കെ, എല്ലാം ഗ്രീക്ക് ഐഡിയോളജി എല്ലാം. മനസ്സിലായില്ലേ പറഞ്ഞ്? ചിന്തിക്കണം. ഇതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ തത്താവുൽ, ഇതിന് യാതൊരു ന്യായമില്ല. അപ്പൊ ഈ തത്താവുൽ എന്ന് പറഞ്ഞാൽ അതന്നെ അങ്ങോട്ട് മാറി വലിയ വ്യത്യാസങ്ങളും വലിയ മാറ്റങ്ങളും കൊണ്ടുവരിക. അപ്പൊ ഇത് ഒറിജിനൽ ക്ലിയർ ഇത് തന്നെ. അപ്പൊ ഇവരിലാണ് എന്ത് കിടക്കുന്നത്? ഇന്ന് ഖിയാമത്ത് നാളിന്റെ അനാവശ്യമായ അടയാളങ്ങൾ. ഇത് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ 828 മീറ്റർ ഉണ്ടാക്കിയിട്ട് വരെ അതിന്റെ പകുതി ഭാഗം താമസിക്കാൻ ആളില്ല. എന്നിട്ടാണ് ഇപ്പൊ 1 കിലോമീറ്റർ ഉണ്ടാക്കണം അപ്പുറത്ത്. എന്നിട്ടാണ് മറ്റൊരു 1001 മീറ്ററിൽ 1 കിലോമീറ്റർ ഒന്നും. അപ്പോഴത്തേനാണ് മറ്റൊരു എന്ത് ചെയ്യണത്? 2 കിലോമീറ്റർ. ഇനിയിപ്പോ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ഇവര് ദുബായ് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ വിട്ട് അടിച്ച് കയറ്റണം. ഇങ്ങനെ കേട്ടുക. ആര്? ഇവർ വല്ല അധികാരികളാണല്ല. ഇവരെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അറബ് നാടുകളാണ്, ഞങ്ങൾക്ക് നേതാവ് ഉണ്ടായിട്ടുണ്ട്. ആര്? നമ്മളെ ഐഡന്റിറ്റി മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലാണ്? നമുക്ക് ഇനി വേറെന്തിനാ ഐഡന്റിറ്റി? നമുക്കെന്തിനാ ഈഫൽ ടവർ? നമുക്കെന്തിനാ പിരമിഡ്? ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പിരമിഡ് നമ്മളെ കയ്യിലുണ്ട്. അതാരാണ്? അത് മുഹമ്മദ് മുസ്തഫ അല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നമ്മുടെ കയ്യിലില്ലേ? അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ നമ്മുടെ സ്വത്വബോധം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ യൂറോപ്പിന്റെ പിന്നാലെ ഓടുക. അതാണെന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയാതെ വരിക. അതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന്